കാര്യമുള്ള ചർച്ചയാണ്. അല്ല, ഇത് കാര്യമുള്ള ചർച്ചയാണ്. ഇത് ആദ്യം അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്യല്ലേ വേണ്ടത്. രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടാണ് മനുഷ്യനാണ്. രാഹുൽ ഗാന്ധിയൊക്കെ വലിയ ആളല്ലല്ലോ അജിത് റയിൽ. അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ അജിത് റയിൽ ഒരു ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാരനാണ്. ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ പലവട്ടം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രശ്നമാണ്, RSS ഒരു സാംസ്കാരിക സംഘടനയാണ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിൽപ്പെട്ട ആളാണ് കെ സുധാകരൻ. ആ സുധാകരൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അജിത് റയിൽ. ഇത് ആദ്യം മനസ്സിലാകണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓൾഡ് സ്കൂളിൻ്റെ എല്ലാ പ്രശ്നവും അജിത് റയിലിനുണ്ട്. അപ്പോൾ ഇന്ന് ശബരിനാഥൻ ഫേസ്ബുക്കിൽ അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് വസ്ത്രത്തിലല്ല കാര്യം, മനസ്ഥിതിയിലാണ് എന്തോ മറ്റാണെന്ന് തോന്നുന്നു. ആ കറക്റ്റ് എക്സാക്റ്റ് വേർഡ് ആണെന്ന് അറിയില്ല. അത് അജിത് റയിലിനുള്ള കുത്താണ്. അത് അജിത് റയിലിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ശബരിനാഥൻ നമ്മളോട് ടെലിഫോണിൽ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അത് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനം ഞാനത് അവസാനിപ്പിക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞത് അത് മാത്രവുമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് തുടരാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ അജയ് തറയിൽ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. അദ്ദേഹം കോൺഗ്രസ്സിലുണ്ടോ എന്ന് ഇല്ല. അദ്ദേഹം ഇപ്പോൾ ആ ശബരിമല വിവാദ കാലത്താണ് അദ്ദേഹം പ്രത്യക്ഷനായത്. ശബരിമല വിവാദ കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? കോൺഗ്രസിൻ്റെ പലരുടെയും നിലപാടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും തീവ്രമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് അജയ് തറയിൽ. ശബരിമല പ്രക്ഷോഭകാലത്ത് അദ്ദേഹം BJP വക്താവാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പറഞ്ഞ ഡയലോഗുണ്ട്. വിശ്വാസത്തിന് മുകളിലല്ല ഭരണഘടന, വിശ്വാസത്തിന് താഴെയാണ് ഭരണഘടന. ഏത് ഭരണഘടനയായാലും വിശ്വാസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞത് BJP-ക്കാർ പോലും പറയാത്ത. അതായത് നമ്മൾ ഇദ്ദേഹം BJP-കാരനാണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. അതിനുശേഷം അദ്ദേഹം ലൈം ലൈറ്റിലില്ല. ഒരു പക്ഷേ കോൺഗ്രസ് തന്നെ സൈഡ് ലൈൻ ചെയ്തായിരിക്കും അദ്ദേഹത്തെ. ഹോസ്പിറ്റൽ സെക്രട്ടറിയാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഓൾഡ് സ്കൂൾ ആളുകൾക്ക് ഇപ്പോൾ കോൺഗ്രസ്സിൽ കാര്യമായ റോളില്ല, വിലയുമില്ല എന്ന് ആദ്യം അജിത് റയിൽ മനസ്സിലാക്കണം. കാരണം അത് യുവാക്കൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു ആ ഏരിയ. അപ്പോൾ ഈ കോൺഗ്രസ്സിലിപ്പോൾ ഒരു മാറ്റം നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യുവാക്കളാണ്. അവരാണ് ആദ്യം ഖദർ ഉപേക്ഷിക്കാൻ തയ്യാറായത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഖദർ ഇന്ന് എന്തിൻ്റെ പ്രതീകമാണ്? ഇപ്പോൾ ഖദർ നമ്മുടെ സ്വാശ്രയത്വത്തിൻ്റെയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ബ്രിട്ടീഷ് ബഹിഷ്കരണത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്നു. ഇന്ന് റൈറ്റ് നൗ കേരളത്തിലിരുന്നിട്ട് നമ്മൾ ഖദറിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അഴിമതിക്കാരായ, പണിയെടുക്കാത്ത, തട്ടിപ്പുകാരായ കുറേ രാഷ്ട്രീയക്കാരുടെ വസ്ത്രമായിട്ടാണ് പുതുതലമുറ ഇതിനെ കാണുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് VT ബൽറാമും അബിൻ വർക്കിയും ശബരിനാഥനൊക്കെ അത് ഉപേക്ഷിക്കുന്നത്. അവരത് പൂർണ്ണമായി ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം അതിനൊരു കോൺഗ്രസ് സംസ്കാരം ഉള്ളതുകൊണ്ടാണ്. അതർവൈസ് ഇന്ന് എത്ര യുവാക്കൾ ഖദറിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതിപ്പം CPM-ലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ആളുകൾ വരുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് അഭിമാനത്തോടെ ഖദറിടാൻ കഴിയും? ഈ അഭിമാനം ഇല്ലാതാക്കിയതാരാണ്? യുവാക്കൾക്ക് ഖദറിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കിയതാരാണ്? അത് ഈ അജയ് തറയിലിനെ പോലുള്ള ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാരാണ്. അത് യുവാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ ഓൾഡ് സ്കൂളുകാർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട്. ഇന്നിപ്പോൾ അബിൻ വർക്കിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വായിച്ചാൽ മനസ്സിലാവുമായിരിക്കും അജയ് തറയിലിനെ പോലുള്ളവർ.